ഹായ് ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഇന്നെൻ്റെ വീഡിയോ ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചായ കുടിക്കാനുള്ള കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ്. കാരണം ഇന്ന് പോകണ്ട മാഡത്തിനൊന്നും, കാരണം ഞായറാഴ്ച അവർക്ക് വർക്കുള്ളതാണ്. ടീച്ചറാണ് എൻ്റെ മാഡം. പിന്നെ മാഡത്തിന് പോകണ്ട, അവധിയായതുകൊണ്ടിട്ട് വർക്ക് രാവിലത്തെ വർക്കൊക്കെ കുറവാണ്. ഈ സമയത്ത് ഇന്നലെ ഈ സമയത്താണ് ഞാൻ വീഡിയോ ഇട്ടത്, അതുപോലെ തന്നെ ഇന്നും ഈ സമയത്ത് വന്നത് അതുകൊണ്ടിട്ടാണ്. കാരണം ചെറിയൊരു എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു കാര്യം എൻ്റെ അല്ല, ഞാൻ ഇന്നലെ ഒരു പത്രസമ്മേളനം കുറച്ച് സമയം വേണം. അപ്പം ഇന്നലെ ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാരണം നമ്മുടെ മക്കളെ, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത് സമ്പത്തും എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ മോളെ കെട്ടിച്ച് വിടുന്ന വീട് ശരിക്കും പറഞ്ഞാൽ സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വീട്ടിലോട്ടാണ് നമ്മൾ ജോലി എല്ലാം നോക്കിയിട്ടാണ് കെട്ടിച്ചു വിടുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിച്ചു വിടുന്ന ചെന്ന് കയറുന്ന പെൺകുട്ടികൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കുറച്ച് ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് അവർക്ക് നമ്മളോട് പറയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഇന്നലത്തെ വാർത്താസമ്മേളനം ഞാൻ കണ്ടതിൽ ആ പെൺകൊച്ചിനെ 100 പവൻ കൊടുത്താണ് കെട്ടിച്ചത്. 100 പവൻ കൊടുത്ത് കെട്ടിച്ചു. പിന്നെ മാതാപിതാക്കൾ ഫുള്ള് സപ്പോർട്ടുള്ളൊരു, അതായത് 4 പെൺമക്കളുള്ള ഒരു ഫാമിലിയിൽ നിന്ന്, കാരണം സഹോദരങ്ങളില്ല എന്നാണ് ആ പെൺകൊച്ചിനെ അദ്ദേഹം ഭാര്യയായിട്ട് സ്വീകരിക്കണം. പക്ഷെ ഭയങ്കര പീഡനങ്ങളാണ് ആ ഭർത്താവിൽ നിന്ന് ഉണ്ടായത്. അത് കുറേ സഹിച്ചു, 2 പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ഒരു സഹനം വന്നത് തന്നെ അത് കാരണം തൻ്റെ മാതാപിതാക്കൾ പിന്നെ ബുദ്ധിമുട്ടരുത്. കാരണം ഞാൻ എന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു, കാരണം സഹോദരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിനെ ബാപ്പാടെ സ്ഥാനത്തും പിന്നെ സഹോദരൻ്റെ സ്ഥാനത്തും എന്തൊക്കെയാണോ നമ്മൾ ഒരു പിന്നെ ആണെന്നുള്ളൊരു വ്യക്തിയെ സങ്കല്പിക്കുന്നത്, അത്രയും സങ്കല്പം കൊടുത്താണ് ആ പെൺകൊച്ച് ഭർത്താവിനെ കാണുന്നത്. ഭർത്താവിന് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടിട്ട് തന്നെ അദ്ദേഹം വന്ന് ഭാര്യയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അതൊന്ന് വീട്ടിൽ പറഞ്ഞ് വീട്ടിൽ ചെന്ന് അവർ വീട്ടുകാരായിട്ടൊന്നും പറയാനായിട്ടൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ കഷ്ടപ്പെട്ട് ഇതാക്കി മക്കളെ കെട്ടിച്ചു വിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് വീട്ടിലൊന്നും പറഞ്ഞില്ല. പക്ഷെ പ്രശ്നങ്ങൾ രൂക്ഷമായി. അപ്പോൾ വീട്ടിൽ പറയേണ്ട സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികം നമ്മൾ ചോദിക്കുമല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. അപ്പോൾ ആ കൊച്ചും പറയണതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയും, കാരണം എനിക്ക് ചോദിക്കാനോ ഇതാക്കാനോ ഒരു സഹോദരനില്ല. ഞങ്ങൾ 4 പെൺമക്കളാണ്. അപ്പോൾ എൻ്റെ വാപ്പാനോടും എൻ്റെ ഉമ്മാനോടും ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതാണ്. കാരണം എത്ര നല്ല സന്തോഷിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് കെട്ടിച്ച് വിട്ടിട്ട് എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ഒരു ദുരന്തമാണ് എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരറിയിക്കാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നത്. കാരണം ആ വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഉപദ്രവം. ലാസ്റ്റ് പെൺകൊച്ച് ഉമ്മാനെ പപ്പനെ വിളിച്ചോർ, കാരണം ഉപദ്രവിച്ച് നിലത്ത് വീണ് കിടന്ന് ആരും 2 പിള്ളേരല്ലാണ്ട് വേറെ ആരുമില്ല. അവർ ഫോൺ ചെയ്ത് അവരുടെ വീട്ടിൽ, ആ കൊച്ചിൻ്റെ വീട്ടിൽ ഉമ്മാനെയും പപ്പാനെയും വരുത്തിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അവർക്കൊരു സ്പേസ് കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം പിന്നെ വന്ന് മാതാപിതാക്കളോട് സംസാരിക്കുക, സഹോദരങ്ങളോട് സംസാരിക്കുക, വീട്ടിൽ ഷെയർ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഇത് സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കണം. കാരണം എന്ത് പ്രശ്നം വന്നാലും തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം. കാരണം കെട്ടിച്ചു വിട്ടതിനാൽ പിന്നെ എല്ലാം കെട്ടിച്ച വീട്ടിലാണെന്നാണ് നമ്മൾ പൊതുവെ അങ്ങനെയാണ്. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞില്ല, കെട്ടിച്ചു വിടാനുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ സ്പേസ് ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ കെട്ടിച്ചെന്ന വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം. പിടിച്ച് നിൽക്കണ്ടെന്നല്ല, കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കണം. കാരണം നമുക്ക് കുട്ടികളുള്ളതാണ്. അപ്പോൾ അവരുടെ പേരിൽ നമ്മൾ കുറേയൊക്കെ ക്ഷമിക്കണം, സഹിക്കണം ഒക്കെ ചെയ്യണം. പക്ഷേ
അതല്ലല്ലോ. കാരണം നമ്മുടെ വ്യക്തിത്വം അടിവേറെ പറഞ്ഞുകൊണ്ടിട്ട് പരമാവധി ചവിട്ടി തേച്ചുകൊണ്ടിട്ട് നമ്മൾ സഹിച്ച് ജീവിക്കണം എന്നൊന്നും ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് അതിനെ പ്രതികരിക്കാം. അതിന് ആദ്യം നമ്മൾ മക്കൾക്ക് സപ്പോർട്ട് കൊടുത്താലും മാത്രമേ മക്കൾക്ക് അത് പ്രതികരിക്കാൻ പറ്റൂ. കാരണം 100 പവനൊക്കെ കൊടുത്ത് ആ മാതാപിതാക്കൾ കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സ്വർഗ്ഗമാക്കി കൊടുക്കണേ എന്നുള്ള തേട്ടത്തോടു കൂടിയാണ് കെട്ടിച്ചു വിടണം. അതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല വീടുകളിലും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്ന് വെച്ചാൽ മിക്ക വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. അത് ആരും തുറന്ന് പറയില്ല. ഇവിടെ പെങ്കൊച്ചാണെങ്കിൽ അവിടെ ആൺകൊച്ചുങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആരും തുറന്നു പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് കുറയും. കാരണം കെട്ടിച്ച് വിട്ട് പിന്നെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അപ്പോൾ ചോദ്യമായി ഉത്തരമായി ഇതൊക്കെ കൊണ്ടിട്ടാണ് എല്ലാ പിള്ളേരും എന്നെ സഹിച്ച് ജീവിക്കണം. നമ്മുടെ പിന്നെ ഞാൻ പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവനവനെ തന്നെ ശ്രമിക്കണം. നമുക്ക് ആരും സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മളതിന് സ്നേഹവും സമാധാനവും ഒക്കെ കണ്ടെത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.